We are already familiar with the join operations in relational algebra, and I hope you all remember that. And now we will see the join operations in SQL statement. A SQL join statement is used to combine data or rows from two or more tables based on a common field between them, and it takes two or more relations and return as a result another relation. A join operation is a Cartesian product which requires that the two relations match under certain conditions, and it also specifies that the attribute that are present in the result of the join. ഓക്കെ, അപ്പോൾ ജോയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ടോ അതിലധികമോ ടേബിൾസിനെ ഒരു കോമൺ ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ജോയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേബിൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു കോമൺ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, now there are different types of join: cross join, inner join, outer join and left join. In inner join we can specify it as equijoin or in natural join. In outer join there are three variations: left outer join, right outer join and full outer join. Okay, അപ്പോൾ ഇതാണ് different types of join. അതായത് ക്രോസ് ജോയിൻ, ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ ആൻഡ് സെൽഫ് ജോയിൻ. A cross join returns the Cartesian product of rows from tables in the join. In explicitly we can say select star from employees cross join department, and implicitly we can say select star from employee and department. ഓക്കെ, അപ്പോൾ ഒരു ക്രോസ് ജോയിൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് സെയിം ആണ്. അപ്പോൾ എന്താ, നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് പറയുകയാണെങ്കിൽ അത് ക്രോസ് ജോയിൻ എന്നതിന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം: സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ക്രോസ് ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി ഇംപ്ലിസിറ്റ് ആയിട്ട് നമ്മളതിനെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി? ജസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ടേബിൾ നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമുക്കറിയാം, രണ്ട് ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ആ എല്ലാ ലെഫ്റ്റ് ടേബിളിലെ റിലേഷനിലെ എല്ലാ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റൈറ്റ് ടേബിളിലെ എല്ലാ എലമെൻറ്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മളൊരു ക്രോസ് പ്രൊഡക്റ്റിൽ, ആ ക്രോസ് പ്രൊഡക്റ്റ് തന്നെയാണ് എന്ത് ഒരു ക്രോസ് ജോയിൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ദ നാച്ചുറൽ ജോയിൻ. ഹിയർ in natural join we have an example to describe it. Select name course id from student takes for student id is equal to takes id. Here natural join removes one course id if the query is select all from the table. Okay, so if we want to join two tables using natural join, it will eliminate the same attribute. അതായത് ഇവിടെ രണ്ട് ടേബിൾസ് ഉണ്ട്. ഓക്കെ, സ്റ്റുഡൻറ്റ് ടേബിളുണ്ട്, അതുപോലെ തന്നെ എന്താ ടേക്സ് എന്ന് പറഞ്ഞ ടേബിളുണ്ട്. ഈ രണ്ട് ടേബിളിൽ നിന്ന് നമ്മൾ ക്രോസ് നാച്ചുറൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഐഡിയും കോഴ്സ് ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത്, നെയിമും കോഴ്സ് ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിലെന്താ, അവിടെ നമ്മൾ കോഴ്സ് ഐ ഡി എന്ന് പറയുമ്പോൾ രണ്ട് ടേബിളും ഐ ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഐ ഡി എന്ന് പറയുന്ന സമയത്ത് ഈ രണ്ട് ടേബിളും ഉള്ളതുകൊണ്ട് അതിൽ നമുക്ക് ഒരു ടേബിളിൽ നിന്നുള്ള ഐ ഡി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? തീർച്ചയായിട്ടും എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് നാച്ചുറലായിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ഒരു നാച്ചുറൽ ജോയിൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ സെലക്ട് ഓൾ ആണ് എടുക്കുന്നത് എങ്കിൽ ആ സെലക്ട് ഓൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ടേബിളിലത്തെ എല്ലാ എലമെൻറ്റ്സും എല്ലാ ആട്രിബ്യൂട്ട്സും വരും.
സെക്കൻഡ് ടേബിളിൽ എല്ലാ ആട്രിബ്യൂട്ട്സും വരും. അപ്പോൾ ഈ രണ്ട് ടേബിളിലും എല്ലാ ആട്രിബ്യൂട്ട്സും വരുമ്പോൾ തീർച്ചയായിട്ടും ID എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ ജോയിൻ എടുക്കുന്ന സമയത്ത് എന്തായി, ഓട്ടോമാറ്റിക്കലി അതിലെ ഒരു ID എന്ന് പറയുന്നത് റിമൂവ് ആവും. ഓക്കെ, then inner join. What is inner join? The inner join keyword selects all rows from both the tables as well as the condition as long as the condition satisfies, and this keyword will create the result set by combining all rows from both the tables where the condition satisfies. That is, the value of the common field will be the same. Here we have a syntax: select table 1 column 1, table 1 column 2, table 2 column 1, etc. from table 1. Inner join table 2 on table 1 dot matching column is equal to table 2 dot matching column. അപ്പോൾ ഈ രണ്ട് ടേബിളിനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഇന്നർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ കോമൺ ആയിട്ടൊരു മാച്ചിങ് കോളം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കോളത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ രണ്ട് ടേബിളിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ടിനും കോമൺ ആയിട്ട് ഇന്നർ ജോയിൻ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ രണ്ടിലും നമ്മുടെ ഇൻ്റർസെക്ഷൻ എടുക്കുന്നത് പോലെയാണ് അല്ലേ. അതായത് അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണോ അത് മാത്രമാണ് അതിൻ്റെ റിസൾട്ടൻ്റ് ടേബിളിലേക്ക് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. ഹിയർ വി ഹാവ് ദ സെയിം two tables, student and takes. So when we inner join both these tables, so select all from student and takes. So it contains all the attributes from both student and takes. Okay, so in both these we have only 3 rows common. When we take the matching column ID, okay, here the matching column is ID, so ID is here in both student and takes. So when we compare both these IDs, we can see only ID1, ID2 and ID4 in both these tables. So we can take both these rows from these tables. Okay, so ID1, 2 and 4. So that will be the resultant table after this inner natural join. Okay, so here we can say this is an inner natural join. Why? We have removed this one ID attribute. ഓക്കെ, അതായത് ഈ ഒരു ടേബിളിൻ്റെ കേസിൽ ഇതൊരു ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ, അതിൽ രണ്ടിലും ആ രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് വരുന്നത് അല്ലേ. അതായത് ഈ സ്റ്റുഡൻറ്റ് ടേബിൾ ഐഡിയും ടേക്സ് ടേബിൾ ഐഡിയും കോമൺ ആയിട്ട് ഏതൊക്കെ വരുന്നുള്ളൂ, ID1ഉം ID4ഉം ID2ഉം മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 3ഉം 5ഉം ഏതിൽ വരുന്നില്ല, ടേക്സിൽ വരുന്നില്ല. ടേക്സിൽ 6 ഏതിൽ വരുന്നില്ല, സ്റ്റുഡൻറ്റിലും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന റോസ് മാത്രമാണ് നമ്മുടെ ഇന്നർ ജോയിനിൽ വരുന്നത്. ഓക്കെ, നൗ outer join, the extension of join operation that avoids loss of information. So it computes the join and then adds tuples from one relation that does not match tuples in the other relation to the result of the join, and it uses null values. There are different types: left outer join, right outer join and full outer join. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നർ ജോയിൻ്റെ കേസിൽ നമുക്കൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ റിസൾട്ടൻ്റെ ടേബിളിൽ നമുക്ക് ഏത് മാത്രമേ വരുന്നുള്ളൂ, 1ഉം 2ഉം 4ഉം മാത്രമേ വരുന്നുണ്ടായുള്ളൂ. ബാക്കിയുള്ളത് എന്താ, അവിടെ നമുക്ക് മിസ്സിങ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ലോസ് ഓഫ് ഇൻഫർമേഷൻസ് എവിടെ വരുന്നില്ല, നമ്മുടെ ഔട്ടർ ജോയിനിൽ വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഔട്ടർ ജോയിൻ്റെ കേസിൽ അത്തരം കേസസിൽ നമുക്കവിടെ കറസ്പോണ്ടിങ് നൾ വാല്യൂസ് കൂടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഫോൺ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് നൾ വാല്യൂസ് എടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം നൾ വാല്യൂസ് എവിടെ പോസിബിളാണ്, ഔട്ടർ ജോയിനിൽ പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന റിലേഷനിൽ നമുക്ക് ആ എല്ലാ ടേബിളിലെ എല്ലാ വാല്യൂസ് കൂടി നമുക്ക് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഔട്ടർ ജോയിനിൽ
ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഔട്ടർ ജോയിനിൽ നമുക്ക് ഡിഫറെൻറ്റ് വേരിയേഷൻസ് പറയാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് പറയാൻ പറ്റും. ഏതൊക്കെയാ? ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, right outer join and full outer join. First one, left join or left outer join. Okay, both are same. This join returns all the rows of the table on the left side of the join and matching rows for the table on the right side of join. So the rows for which there is no matching row on right side, the result set will contain null. And this left join is also known as left outer join. And here we have a syntax for that. Select table 1 column 1 comma table 1 column 2 comma etc. table 2 column 1 etc. From table 1 left join table 2 on table 1 matching column is equal to table 2 matching column. On the basis of this matching column, we are joining these two tables, table 1 and table 2. And here this is a left join. So it includes all the rows from the left side. Okay. And the common or the matching rows from the right side as well. Okay. അപ്പോൾ ലെഫ്റ്റ് ജോയിൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ലെഫ്റ്റിലുള്ള ആ ടേബിളിൽ എല്ലാ റിലേഷൻസും അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ റൈറ്റിലുള്ള കോമൺ ആയിട്ട് വരുന്ന ചില റിലേഷൻസും അതിലുണ്ടായിരിക്കും. ഇനി ഈ ടേബിളിലെ ഫസ്റ്റ്, അതായത് ലെഫ്റ്റ് ടേബിളിലെ എലമെൻറ്റ്സിന് മാച്ചിങ് ആയിട്ട് റൈറ്റ് ടേബിളിൽ എലമെൻറ്റ്സ് ഇല്ല എങ്കിൽ നമുക്ക് അവിടെ എന്ത് പോസിബിളാണ്? നൾ വാല്യൂസ് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടെ അവിടെ പോസിബിളാണ്. ഓക്കെ. സോ select table 1 column 1 from table 1 left join table 2 on ഏതിൻ്റെ ബേസിൽ? table 1 dot matching column is equal to table 2 dot matching column. അപ്പോൾ രണ്ടിലും മാച്ചിങ് ആയിട്ടുള്ളൊരു കോമൺ കോളം ഉണ്ടായിരിക്കും. ആ കോളത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലെഫ്റ്റ് ടേബിളിനെയും റൈറ്റ് ടേബിളിനെയും ലെഫ്റ്റ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. സോ let's see an example. See the same example, student and takes. Okay. In student we have 4 attributes that are ID, name, department and total credit. Takes has it takes. Okay. Takes with 3 attributes: ID, course ID and year. And here we have a query. Select star from student natural left outer join takes. See here we have included natural left outer join. What is that? Natural means we are removing one ID from the resultant table. Okay. So yeah, this is actually not the one because it includes select star from student natural join natural left outer join takes. So it includes all the values from the left table student. Okay. So student is the left one. Left outer join means student is the left table. So it includes all the values from the left one. Okay. And some values from the right one. Here the right table is takes. So 1, 2, 3, 4, 5. This all values will be here. 1, 2, 3, 4, 5. Okay. And the common one is 1. For 1 we have 2 values here. Right. So 1 is here. Then all are from the right, left table. There is some relations in the takes. That is 4 and 6. That is neglected in the resultant table. Why? It is not common in 1 and 2. ഓക്കെ. അതായത് ഈ ഒരു കേസിൽ സ്റ്റുഡൻറ്റ് ടേക്സ് എടുക്കുന്ന സമയത്ത് ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് വരുന്നത്? ഇതിൽ എല്ലാം നമ്മളിപ്പോൾ സ്റ്റാർ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലാ ടേബിൾസിൻ്റെയും എടുക്കാൻ വേണ്ടി പറ്റും. ഇതിലെ എല്ലാ
ആട്രിബ്യൂട്ട്സും ഇതിൽ എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ID, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ടോട്ടൽ ക്രെഡിറ്റ് ഇതെല്ലാം എടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇത് മാത്രം സ്പെസിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ കോറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടൻറ്റ് ടേബിളാണ് എന്നുള്ള രീതിയിൽ ഇത് കൺസിഡർ ചെയ്യുന്നത് അബദ്ധമാണ്. കാരണം എന്താ, ഇതിലെ എല്ലാ ആട്രിബ്യൂട്ട്സ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടില്ല. ആകെ IDയും കോഴ്സ് IDയും മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളത്. ഓക്കെ, സോ സെലക്ട് ID സ്റ്റാർ എന്നതിന് പകരം ID ആൻഡ് കോഴ്സ് ID എന്ന് നമുക്ക് മാറ്റി വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് right join. The right join is similar to left join. This join returns all the rows of the table on the right side of the join and matching rows for the table on the left side of join, and the rows for which there is no matching rows on the left side, the resultant set will contain null. And this right join is also known as right outer join. And here we have a syntax. Look at the syntax. Select table 1 comma column 1, table 1 comma column 2 comma table 2 comma column 1 etc. from table 1, right join table 2 on table 1 comma matching column is equal to table 2 comma matching column. അപ്പോൾ റൈറ്റ് ജോയിൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ജോയിനിന് സിമിലർ ആണ്. എങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് റൈറ്റ് ടേബിളിലെ എല്ലാ റോസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലെഫ്റ്റുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള റോസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ റൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് ടേബിളിൽ വാല്യൂസ് പറയാനില്ല എങ്കിൽ അവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? നള്ള് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ റൈറ്റ് ജോയിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് എന്താ? സെലക്ട് ടേബിൾ 1 കോളം 1, അതായത് ആ ടേബിൾ 1ലെ കോളംസ് ഏതൊക്കെയാണോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ സെലക്ട് സ്റ്റാർ കൊടുത്താൽ മതി. അതല്ല എങ്കിൽ നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഈ ടേബിൾ 1ലെ ഈ കോളം നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടേബിൾ 1 കോളം 1, ടേബിൾ 2 കോളം 2 എക്സെട്ര. ഫ്രം ഏതൊക്കെ ടേബിളാണ്? ടേബിൾ 1 ആൻഡ് ടേബിൾ 2. അവിടെ എന്ത് ജോയിൻ ആണ് കൊടുക്കുന്നത്? റൈറ്റ് ജോയിൻ. അപ്പോൾ ടേബിൾ 1 റൈറ്റ് ജോയിൻ ടേബിൾ 2. അപ്പോൾ റൈറ്റ് ജോയിൻ ടേബിൾ 2 എന്ന് പറയുമ്പോൾ ടേബിൾ 1 എന്ന് പറയുന്നതും ടേബിൾ 2 എന്ന് പറയുമ്പോൾ ഈ റൈറ്റിലുള്ള വാല്യൂ ആണല്ലേ. ഈ റൈറ്റിലുള്ള, അതായത് ടേബിൾ 2ലുള്ള എല്ലാ എലമെൻസും ആണ്, അല്ലെങ്കിൽ എല്ലാ റോസും ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓൺ ടേബിൾ 1 കോമ മാച്ചിങ് കോളം ഈസ് ഈക്വൽ ടു table 2 comma matching column. Okay, let's see the example. Here student natural right outer join takes ആണ്. അപ്പോൾ എന്താ, ലെഫ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്, റൈറ്റ് ടേബിൾ എന്ന് പറയുന്നത് ടേക്സ് ആണ്. ഇവിടെ റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുമ്പോൾ റൈറ്റിലുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടേബിൾ ഏതാണോ അതിലെ എല്ലാ റോസും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നാച്ചുറൽ റൈറ്റ് ജോയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് നാച്ചുറൽ ഔട്ടർ ജോയിൻ ടേക്സ് എടുക്കുമ്പോൾ ഇതിലിപ്പോൾ സെലക്ട് സ്റ്റാർ എന്നതിന് പകരം നമുക്ക് എന്ത് കൊടുത്താൽ മതി? ID കോമ കോഴ്സ് ID. ഓക്കെ, ഇവിടെ കോഴ്സ് ID എന്ന് വായിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഈ ടേക്സ് എന്ന് പറയുന്ന ടേബിളിലെ എല്ലാ വാല്യൂസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ടേക്സ് എന്നുള്ള എല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൽ ഇതിപ്പോൾ നമ്മൾ സ്റ്റാറാണ് കൊടുത്തതെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റാറിൽ അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാം എടുക്കാം. ഇത് 1 2 1 2 ആൻഡ് 4 ഈ 3 റോസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതിലുള്ള എല്ലാ വാല്യൂസും എടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കാം. ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 2 4 6 വന്നു. പക്ഷെ 6ൽ കറസ്പോണ്ടിങ് ആയിട്ട് കോഴ്സ് ID നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? കോഴ്സ് ID അല്ല, ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിവിടെ നള്ളല്ല,
ഇത് നല്ലല്ല, ഇത് BC ആണ്. ഓക്കെ, BCA1. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നെയിം എന്നുള്ള വാല്യൂ ഉണ്ടെങ്കിൽ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇല്ല. അപ്പം അത്തരം കേസിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും? അവിടെ നള്ള് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ നെയിമാണ്. അതിലിവിടെ നമുക്ക് 1ന് അരവിന്ദ് കൊടുക്കാം. അതുപോലെ 1 ഇകോം 5 ആണ് എടുത്തിരിക്കുന്നത്, അവിടെ നമ്മൾ അരവിന്ദ് എന്ന് കൊടുക്കാം. ഇനി 2ന് കറസ്പോണ്ടിങ് ആയിട്ട് റീഫത്ത് എന്ന് കൊടുക്കാം. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ലാവണ്യ കൊടുക്കാം. അതുപോലെ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് നെയിമില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? നള്ള് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ടേക്സ് എന്ന് പറയുന്ന ടേബിളാണ്. അപ്പോൾ ആ ടേബിളിൽ എല്ലാ റോസും ആണ് നമ്മൾ ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? റിസൾട്ടൻ്റ് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, then full outer join. Full join creates the result set by combining the result of both the left join and right join. The result set will contain all the rows from both the tables. The rows for which there is no matching, the resultant set will contain null values. Look at the syntax. Select table 1 column 1, table 1 dot column 2, etc. from table 1 full join table 2 on table 1 comma matching column is equal to table 2 comma matching column. അപ്പം ടേബിൾ 1ലെയും ടേബിൾ 2ലെയും മാച്ചിങ് ആയിട്ടുള്ള ഒരു കോമൺ കോളം യൂസ് ചെയ്തുകൊണ്ട് രണ്ട് ടേബിളിനെ നമ്മൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ, ഫുൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ അത് ഏതിന് സിമിലറാണ്? അത് നമ്മുടെ ലെഫ്റ്റ് ജോയിൻ്റെയും റൈറ്റ് ജോയിൻ്റെയും റിസൾട്ടൻറ്റിന് സിമിലറാണ്. അതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ ഫുൾ ഔട്ടർ ജോയിൻ അല്ലെങ്കിൽ ഫുൾ ജോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ടേബിളിൽ എല്ലാ റോസും ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് ടേബിൾ എലമെൻറ്റ്സ് ഇല്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് നൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലെഫ്റ്റ് ജോയിനിൽ റൈറ്റ് ടേബിളിൽ എല്ലാ റോസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് ടേബിളിൽ വാല്യൂസ് ഇല്ല എങ്കിൽ അവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം? നൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ലെഫ്റ്റ് ടേബിളിലെയും റൈറ്റ് ടേബിളിലെയും എൻറ്റയർ റോസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടൻ്റ് റിലേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക, ഫുൾ ഔട്ടർ ജോയിനിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ഫുൾ ഔട്ടർ ജോയിന് നമുക്ക് എന്തും പറയാൻ മതി, ഫുൾ ജോയിൻ എന്ന് ഷോർട്ടാക്കിയിട്ട് പറയാൻ പറ്റും. ഓക്കെ, then select ID, course ID from student, natural full outer join takes. Okay, so here we are just combining these two tables, student and takes, using the natural full outer join. Here we are using natural in order to remove one ID attribute from the table, resultant table, and we are taking only ID and course ID from the table. So the resultant relation will be like 1 1 2 3 4 5 6. So it includes all the rows from both the tables. So actually here if you are considering the name, department, total credit and year, we can say 1 2 3 4 5 contains the name, department and total credit. But in the case of 6 we cannot say what? We cannot say the name, department and total credit. So in that case we have to add null. Here in this case course ID, this course ID only for this 1 2 4 and 6, right? For 1 we have BCA1, for 1 we have Econ 5, for 2 we have BCA5, for 3 we have no course ID, so we put null here. For 4 we have BCA1, so here we have BCA1. For 5 we have no course here, so we put null. And next we have 6. For 6 we have course ID. So in this case, in the resultant relation will be like this. For that, for each one we have some course ID, and for those
in which the course ID is not present, we just put null value. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിളും ടേക്സ് ടേബിളും നമ്മൾ ഫുൾ ഔട്ടർ ജോയിൻ എടുത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്തത്, രണ്ട് ടേബിളിലെയും എല്ലാ റോസും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടേബിളിലെ കോഴ്സ് ഐ ഡി എന്ന് പറയുന്നതിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു, നൾ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ദ ജോയിൻ റിലേഷൻസ് we have an example. Select ID from student, natural left outer join takes where course ID is null. Okay, if the course ID is null, we can select that using this left outer join. Then select star from student where department name is equal to BCA. Okay, natural full outer join, select star from takes where year is equal to 2019. So what we are done here, we are selecting the students from BCA. Then we are just full outer join by taking the students from the details from the takes table where the year is equal to 2019. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 2019 BCA ഡിപ്പാർട്ട്മെൻറ്റിലെ ഡീറ്റെയിൽസ് കിട്ടും അല്ലേ. അതായത് ഇവിടെ ഇയർ നമ്മൾ 2019 ആണ് കൊടുത്തത്. അപ്പോൾ അവിടെ അത് മാത്രമല്ല, ഇവിടെ നമ്മൾ എന്തും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം BCA എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം BCA ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. അതും 2019 ഡീറ്റെയിൽസും കൂടിയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് എന്ത് ചെയ്യിക്കാം, രണ്ടോ അതിലധികമോ റിലേഷൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാം. Then select star from student, left outer join takes on student ID is equal to takes ID. Next example, select star from student, left outer join takes on true where student ID is equal to takes ID. The on condition is part of the outer join specification but a where clause is not. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്നിലെന്താ, ഇവിടെ സ്റ്റുഡൻറ്റ് ID is equal to takes ID നമ്മൾ ഓൺ എന്നുള്ള കണ്ടീഷൻ കൊടുത്ത് ചെയ്തു. അതുപോലെ തന്നെ നമ്മളിവിടെ വേർ കണ്ടീഷനിലാണ് അത് കൊടുത്തത് എങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ട്രൂ, അതായത് അത് ട്രൂ ആയിട്ട് വരുന്ന കണ്ടീഷൻ എന്ന രീതിയിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ രണ്ട് വേരിയേഷൻസ് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ ഒരു വേർ എന്നുള്ള കണ്ടീഷനിൽ വേറിൽ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ സ്റ്റുഡൻറ്റ് ID is equal to takes ID എന്നുള്ള ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇതേ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ഓൺ സ്റ്റുഡൻറ്റ് ID is equal to takes ID എന്ന് പറഞ്ഞിട്ടും നമുക്ക് കൊടുക്കാം. രണ്ടും ഒരേ റിസൾട്ടാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഓൺ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഒരു ഔട്ടർ ജോയിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, then join types and conditions. The normal joins are called inner joins in SQL. ഇപ്പോൾ നോർമലായിട്ടുള്ള ജോയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഇന്നർ ജോയിൻസ് ആണ്. ഓക്കെ, എനി ഫോം ഓഫ് ജോയിൻ, ഇന്നർ ജോയിൻ ആയിക്കോട്ടെ, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആയിക്കോട്ടെ, റൈറ്റ് ഔട്ടർ ജോയിൻ ആയിക്കോട്ടെ, ഓർ ഫുൾ ഔട്ടർ ജോയിൻ ആയിക്കോട്ടെ, ദേ ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് എനി ജോയിൻ കണ്ടീഷൻസ്. സോ വി ഹാവ് ഡിഫറെൻറ്റ് ജോയിൻ കണ്ടീഷൻസ്, right? Natural join, on predicate, or using attributes. So using these conditions we can join or we can combine the relations. For that we have different types of joins. What are they? Inner join, left outer join, right outer join and full outer join. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, ജോയിൻ കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിലേഷൻസിനെ കമ്പൈൻ ചെയ്യിക്കാം. എന്നിട്ട് നമുക്ക് നാച്ചുറൽ ജോയിൻ കൊടുത്ത് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതൊരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ എന്താ, നമ്മൾ ഓൺ നേരത്തെ പറഞ്ഞ പോലെ ഓൺ സ്റ്റുഡൻറ്റ് ID is equal to takes ID. അപ്പോൾ അത്തരത്തിലൊരു പ്രെഡിക്കേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ യൂസിങ് ആട്രിബ്യൂട്ട്സ്, അപ്പോൾ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് യൂസിങ് എന്നുള്ള ഒരു
ടേം കൂടെ നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ യൂസിങ് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് അതുകൂടെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ജോയിൻ ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാം. ഈ ഡിഫറെൻറ്റ് ജോയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്നർ ജോയിൻ, അല്ലെങ്കിൽ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, അല്ലെങ്കിൽ റൈറ്റ് ജോയിൻ, അല്ലെങ്കിൽ ഫുൾ ജോയിൻ. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു SQLിലുള്ള ജോയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.